വെൽക്കം ടു ബിഫിക്സ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്, ഒരു ബൾബ് ആവട്ടെ, ഫാൻ ആവട്ടെ, റെഫ്രിജറേറ്റർ എന്താവട്ടെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലുള്ള എന്ത് ഡിവൈസുകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്താണെങ്കിലും, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന വഴിയിലുള്ള എന്ത് സാധനമാണെങ്കിലും അതിനെ നമുക്കൊരു റെസിസ്റ്റർ ആയിട്ട് കാണിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു റെസിസ്റ്ററിനെ നമ്മൾ എന്താണ്, ഈ ഒരു സിമ്പലിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ യൂണിറ്റ് ഓംസ് ആണെന്ന് പറഞ്ഞു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ഏത് ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഏത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് റെസിസ്റ്റർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് എന്ന് വെച്ചാൽ രണ്ട് ബൾബുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനുമാണ്. എന്താണ് സീരീസ് കോമ്പിനേഷൻ, എന്താണ് പാരലൽ കോമ്പിനേഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷൻ, അപ്പം ഇതിപ്പോൾ ബൾബ് ആവാം, ഫാൻ ആവാം, എന്താവാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഇലക്ട്രോണിക് സർക്യൂട്ടിലുള്ള എൽ ഇ ഡി ബൾബുകൾ വേറെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പം അവ തമ്മിലുള്ള സീരീസ് കണക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്ത് ഇലക്ട്രിക്കൽ വസ്തുവിനെയും അല്ലെങ്കിൽ ഇലക്ട്രോണിക് വസ്തുവിനെയും നമ്മൾ റെസിസ്റ്റർ ആയിട്ടാണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് ബൾബുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ട് ബൾബുകളുടെ ഒരു അറ്റം, ഇപ്പോൾ ഞാൻ ബൾബുകളാക്കിയിട്ട് തന്നെ ആദ്യം വരക്കാം, കൺഫ്യൂഷൻ നിങ്ങൾക്ക് പോട്ടെ. ഓക്കെ, ഇതൊരു ബൾബാണ്, ഇതൊരു ബൾബാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ എന്തുണ്ട്, മറ്റൊരു ബൾബുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ, ഒന്നാമത്തെ ടെർമിനൽ. ഇത് ഇതിൻ്റെ എൻഡിങ് ടെർമിനൽ എന്ന് പറയാം, അവസാനിക്കുന്ന ടെർമിനൽ. അതേപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ ഇതാണ്, ഇത് ഇതിൻ്റെ എൻഡിങ് ടെർമിനലാണ്. അപ്പോൾ എന്താണ് സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബൾബിൻ്റെ എൻഡിങ് ടെർമിനലും രണ്ടാമത്തെ ബൾബിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനലും തമ്മിൽ നമ്മൾ ഒരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സീരീസ് കോമ്പിനേഷൻ. അപ്പം ഏതൊരു ഡിവൈസിൻ്റെയും എൻഡിങ് ടെർമിനലും ഉണ്ടാവും, അതേപോലെ അടുത്ത ഡിവൈസിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനലും എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കോമ്പിനേഷനാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയാം. അതേ സമയത്ത് പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ, പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ ആണെങ്കിലോ എങ്ങനെ വരിക നോക്കാം. ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബൾബ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ, എൻഡിങ് ടെർമിനൽ. ഞാൻ മറ്റൊരു ബൾബ് എടുത്തു, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ, എൻഡിങ് ടെർമിനൽ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് ടെർമിനൽ അഥവാ 1-1 കണക്ഷൻ അങ്ങനെ ഞാൻ കണക്ട് ചെയ്തു. അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും എൻഡിങ് കണക്ഷൻ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാം. ഈ ബൾബിനെ വേണമെങ്കിൽ ഇവിടെ വെക്കാം, ബൾബിന് വേണമെങ്കിൽ നേരെ താഴെ വെക്കാം, എവിടെയും വെക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് ബൾബിൻ്റെയും സ്റ്റാർട്ടിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്തു, അതിൻ്റെ തമ്മിൽ എൻഡിങ്ങുകൾ കണക്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുക. അപ്പം എന്താ സീരീസ് കണക്ഷൻ, ഒരു രണ്ട് ബൾബുകൾ എടുത്തു, ഒന്നാമത്തെ ബൾബിൻ്റെ എൻഡിങ്ങും രണ്ടാമത്തെ ബൾബിൻ്റെ സ്റ്റാർട്ടിങ്ങും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, സീരീസ് കണക്ഷനായി. ഇനി ഞാൻ ഈ ബൾബ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ജനറലൈസ് ചെയ്യാണ്. ഏതൊരു വസ്തുവിനെയും ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് റെസിസ്റ്ററുകൾ എടുക്കുകയാണ്. എന്ത് ചെയ്യാണ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ്, അതായത് ഇതിൻ്റെ എൻഡിങ് എടുത്ത് ഫസ്റ്റിലെ എൻഡിങ് എടുത്തിട്ട് സെക്കൻഡിലെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഞാൻ വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണ്. അതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. 1-2-1-2 കോമ്പിനേഷനാണ് വരിക. ഇങ്ങനെ 1-2-1-2 കോമ്പിനേഷൻ. അതേപോലെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഒരു റെസിസ്റ്റർ എടുത്തു, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ട്. അതേപോലെ മറ്റൊരു റെസിസ്റ്റർ എടുത്തു, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഉണ്ട് എൻഡിങ്ങും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റാർട്ടിങ്ങുകൾ തമ്മിൽ എന്ത് ചെയ്തു, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റാർട്ടിങ്ങുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻഡിങ്ങുകളും ഞാൻ എന്ത് ചെയ്തു, ഒരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്ഷനെയാണ് ഞാൻ എന്ത് പറയുക, പാരലൽ കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ എനിക്ക് 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്താൽ മതി, അപ്പം 1-2-1-2 അടുത്ത റെസിസ്റ്ററിൻ്റെയും ഇതേപോലെ 1-2-1-2. ഓക്കെ, അപ്പോൾ 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി 3 റെസിസ്റ്ററുകൾ പാരലൽ ആവണമെങ്കിലോ എന്ത് ചെയ്താൽ മതി, ഒരു റെസിസ്റ്റർ എടുക്കുക, എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഫസ്റ്റും അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇതേപോലെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ
പാരലൽ കണക്ഷനായി. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ പാരലലായി കണക്ട് ചെയ്യുന്നത്, ഏതാണ് നല്ലത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസുകളും അതേപോലെ ഡിസഡ്വാൻറ്റേജസുകളും ഉണ്ട്. അതായത് നന്മയുണ്ട് ചീത്തയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണത് നോക്കാം. അപ്പം ഈ ഒരു കണക്ഷനിൽ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആദ്യം കാണാൻ നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കാണാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം സീരീസ് ആകുമ്പം ഞാൻ ഇതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പറയാണ്. ഇതിനെ ഞാൻ R1 എന്ന് വിളിക്കുകയാണെങ്കിൽ R1 റെസിസ്റ്റൻസ് 1 എന്നുള്ളതിനാണ് R1 എന്ന് വിളിക്കുന്നത്. ഇതിനെ R2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ R3 എന്ന് വിളിക്കും. ഓക്കെ, R1 R2 R3 ഇതിന് അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് പറയുന്നത് കേട്ടോ. R1 ഇതിപ്പോൾ 1 ഓം ആണെങ്കിൽ 2 ഓം 3 ഓം എന്ത് വേണമെങ്കിലും ആവാം. അപ്പം R1ന്റെ വാല്യൂ അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇതിപ്പോൾ 1 ഓം ആണെങ്കിൽ R1 എന്താണ് 1 ഓം ആണ്. ഇത് 2 ഓം ആണെങ്കിൽ R2 എന്താണ് 2 ഓം ആണ്. ഓക്കെ, അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് ഞാൻ R1 R2 R3 എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഭാഗത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ R1 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് R1 കിട്ടുക, ഈ രണ്ട് പോയിന്റുകളും. അതേപോലെ ഇവിടെ മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് R2 കിട്ടുക, അതിൻ്റെ ഓം വാല്യൂ. അതേപോലെ R3 മെഷർ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഈ രണ്ട് പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണ് R3 കിട്ടുക. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മെഷർ ചെയ്യാണ്, ഈ പോയിന്റിൽ നിന്നും അതേപോലെ ഈ പോയിന്റിൽ നിന്നും മെഷർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ അതിന് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇത് മൂന്നും കൂട്ടിയാൽ മതി. എന്താ ചെയ്താൽ മതി, R1ഉം R2ഉം R3യും ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി, എനിക്ക് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നോക്കാം. ഇതിന് ഞാനൊരു 10 ഓം എന്ന് കൊടുക്കണം. അതായത് എൻ്റെ R1ന്റെ വാല്യൂ 10 ഓം ആണെന്ന് വിചാരിക്കാം. ഇതൊരു 20 ഓം ആണ്, ഇതും ഒരു 20 ഓം ആണെന്ന് വിചാരിക്കാം. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 ഓം ആണ്, 20 ഓം ആണ്, 20 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക, ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് എൻഡിങ്ങിലും നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 10 ഓം പ്ലസ് 20 ഓം. അതായത് R1 10 ഇട്ടു, R2 20 ഇട്ടു, R3യും ഞാൻ 20 ഇട്ടു. അപ്പോൾ ടോട്ടൽ എനിക്ക് വരുന്നത് 50 ഓംസ് ആയിരിക്കും. ഈ രണ്ട് എൻഡിങ്ങിലും ഞാൻ മെഷർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടാം. ഇതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, സീരീസ്ലി കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 50 ഓം വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മൂന്നും കൂട്ടിയതാണ്. അഥവാ ഈ മൂന്നിലെ ഓരോന്നിനേക്കാളും വലിയ വാല്യൂ ആണ് കിട്ടിയത്. ഇവിടെ 20 എന്ന് പറയുന്നത് 50നേക്കാളും ചെറുതാണ്, 20 എന്ന് പറയുന്നത് 50നേക്കാളും ചെറുതാണ്, 10 എന്ന് പറയുന്നത് 50നേക്കാളും ചെറുതാണ്. അഥവാ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാല്യൂ കൂടാണ് ചെയ്യുക. അതാണ് മനസ്സിലാക്കേണ്ടത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടാണ് ചെയ്യുക. ഇനി ഞാൻ പാരലൽ നോക്കുമ്പോൾ പാരലല് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/R. ഇതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളും ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ നോക്കിയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ ഇൻഫറൻസിലാണ് കാര്യം. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് സീരീസ് ആകുമ്പോൾ നിങ്ങൾ കൂട്ടാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ നിന്ന് കണ്ടെത്തിയത് എന്താ, ഈ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി പാരലൽ കണക്ഷൻ ആകുമ്പോൾ നമുക്ക് 1/R സമം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഈ ഒരു ഫോർമുല ആയിരിക്കും. R1 R2 R3 എന്താ, ഞാനിവിടെ ഈ ഓരോ റെസിസ്റ്ററിനെയും ഞാൻ ഓരോ പേര് വിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് റെസിസ്റ്ററിനെ R1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് R2 ആണ് എൻ്റെ, ഇത് R3 ആണ് എൻ്റെ. ഓക്കെ, ഇനി ഞാൻ ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ഈ എ ബി എന്ന് പറയുന്ന രണ്ട് എൻഡിങ് ടെർമിനലിൽ എന്താണ്, റെസിസ്റ്റൻസ് ആണ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ്. പാരലൽ കണക്ഷനിൽ എത്രയാവുമെന്ന് നോക്കുകയാണ്, അതാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/R എഫക്റ്റീവ് അല്ലെങ്കിൽ 1/R ടോട്ടൽ എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഈ ഒരു ഫോർമുലയിലൂടെ ആയിരിക്കും നമുക്ക് R ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, എനിവേ ഇനി ഞാനിവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇവിടെ 10 20 20 അല്ലേ, അതേപോലെ തന്നെ 10 ഓം 20 ഓം 20 ഓം ജസ്റ്റ് റാൻഡമായിട്ട് വെറുതെ ചുമ്മാ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ഓം എടുക്കാം, 1000 ഓം എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഈ 10 ഓമും 20 ഓമും എടുത്താണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരിക, ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എങ്ങനെ വരിക, 1/R ടോട്ടൽ സമം 1/10 പ്ലസ് 1/20 പ്ലസ് 1/20 എന്ന് വരും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1/20 പ്ലസ് 1/20 എത്ര വരിക, 2/20 ആണ് വരിക.
2/20 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ 1/10 പ്ലസ് 1/10 വരും. അപ്പം 2/10 വരും. അഥവാ 1/5 എന്ന് വരും. എന്ത് വരിക? 1/5 എന്നാണ് ഇത് ചെയ്തത്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കിട്ടും 1/5 എന്നാണ് കിട്ടുക. ഇനി ഇത് എന്താണ് കിട്ടിയത്? 1/5 ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് അല്ല. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1/5 എന്ന് പറയുന്നത് 1/R ടോട്ടൽ ആണ്. അപ്പം ആർ ടോട്ടൽ ഇതിന് ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഉൾട്ട് എടുക്കണം. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയാം, നമ്മൾ ഉൾട്ട് എടുക്കുക എന്ന് പറയാം. അപ്പോൾ ഇതിന് ആർ ടോട്ടൽ കാണണമെങ്കിൽ ഉൾട്ട് എടുക്കണം. അഥവാ ഈ 1/5ന്റെ ഉൾട്ട് എടുക്കണം. ഉൾട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ 5 മുകളിലേക്ക് വരും. ഓക്കെ, 5 മുകളിലേക്ക് വരും. അപ്പോൾ എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക ആർ ടോട്ടൽ സമം, അതായത് ഇതിനെ ഉൾട്ട് എടുത്തു. ഉൾട്ട് എടുക്കുമ്പോൾ ഇവിടെയും ഉൾട്ട് എടുക്കുക, സമം 5 ohms വരും. 5 ohm ആയിരിക്കും ഈ ഒരു കോമ്പിനേഷനിൽ, ഈ ഒരു പാരലൽ കണക്ഷനിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ഈ വാല്യൂ 5 ohm എന്ന് പറയുന്നത് ഈ 10 ohmനേക്കാളും ചെറുതല്ലേ, 20 ohmനേക്കാളും ചെറുതല്ലേ, ഇവിടുത്തെയും 20 ohmനേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും എന്താണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം സീരീസ് ആകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കൂടാണ്, റെസിസ്റ്റൻസ് കൂടാണ് ചെയ്യുന്നത്. പാരലൽ ആകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലെ കണക്ഷനൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പാരലൽ കണക്ഷനാണ്. വീടുകളിലെ കണക്ഷൻ എന്താണ്? പാരലൽ കണക്ഷനാണ്. കാരണം എന്ന് പറയുന്നത് ഒന്ന് റെസിസ്റ്റൻസ് കുറയും എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ടിൻ്റെയും വോൾട്ടേജും എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്, ഈ കണക്ഷൻ എങ്ങനെയാണ് അവിടുത്തെ കറണ്ടിനെയും വോൾട്ടേജിനെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.